അങ്ങനെ പാകിസ്ഥാന്റെ സംയുക്ത പ്രതിരോധ സേനാ മേധാവിയായിട്ട്, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ അവരോധിതനായി. എന്തായാലും മൂപ്പരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള വാർത്തയാണ്. പക്ഷേ ജനങ്ങളെല്ലാം അല്പം ഭയപ്പാടിലാണ് എന്നുള്ള വാർത്തകളും കൂടി ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. ഈ സംഭവം ചെയ്യാതിരിക്കാൻ, അതായത് അസിം മുനീർ ഇതൊന്നും ആവാതിരിക്കാൻ വേണ്ടി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നാട് വിട്ടുപോയി എന്നുള്ള ഒരു കിംവദന്തി കൂടി ഇതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷെഹബാസ് ഷെരീഫ് പോണേൽ പോട്ടെ എന്നുള്ളതാണ് അവിടുത്തെ ഒരു മട്ട്. കാരണം അസിം മുനീറിനെ CDF മേധാവിയായിട്ട് നിയമിക്കാനുള്ള പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ശുപാർശ പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അംഗീകരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഷെഹബാസ് ഷെരീഫിനെ കുഞ്ചിക്ക് തൂക്കിയെടുത്തു കൊണ്ടുവന്ന് ചെയ്യടോ ഒപ്പിടടോ ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്ന സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും CDFന്റെ പദവി ലഭിച്ചതോടുകൂടി പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള സൈനിക മേധാവിയായിട്ട് അസിം മുനീർ മാറുകയാണ്. അഹമ്മദ് ബാബറിന് 2 വർഷത്തേക്ക് കാലാവധി നീട്ടി നൽകാനുള്ള ശുപാർശയും ആസിഫ് അലി സർദാരി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഈ മുനീർ ഇത്രത്തോളം അവിടെ സർവ്വവ്യാപിയായിട്ട് സജീവമായിട്ട് വാഴുന്നതിനിടെ അവിടെ നിന്ന് മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അവിടെ ഒരു വൈറസ് പടർന്നു പിടിക്കുകയാണ്. ഈ വൈറസ് വളരെ മാരകമായിട്ടുള്ള വൈറസാണ്. മെല്ലെ മെല്ലെ നമ്മുടെ ശരീരം ഇല്ലാതെയാകുന്ന, രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വൈറസാണിത്. മറ്റൊന്നുമല്ല, HIV ആണ്. HIV ബാധിതർ പാകിസ്ഥാനിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും UN എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും കണക്കുകൾ വരുമ്പോൾ അത് നിലവിട്ടു പോകുന്ന, തകർന്നടിഞ്ഞു പോകുന്ന പാകിസ്ഥാന്റെ മറ്റൊരു മുഖം കൂടി നമുക്ക് മുന്നിലേക്ക് തുറന്നിട്ട് തരുന്നുണ്ട്. പാകിസ്ഥാനിലെ HIV ബാധിതരുടെ വർധനവ് എന്ന് പറയുന്നത് കുത്തനെ ഉയർന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം 2010 16,000 പുതിയ HIV കേസുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ 2024 എത്തുമ്പോഴേക്കും അത് ഏതാണ്ട് 48,000 മാറുന്നു എന്ന് പറയുന്നു. ഈ കുത്തനെയുള്ള ഈ ഒരു വർധന എന്ന് പറയുന്നത് വളരെ വിനാശകാരിയാണ് എന്നുള്ളതാണ് WHO നിഗമനം. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വവർഗരതിയാണ്. സ്വവർഗരതി, ജയിലിൽ ഉള്ള പീഡനങ്ങൾ, മറ്റൊന്ന് പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിക്കാതെയുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. പിന്നീട് ഈ നീഡിലുകളൊക്കെ ഉപയോഗിക്കുന്നത്, ശുചീകരണം ചെയ്യാത്ത നീഡിലുകൾ ഉപയോഗിക്കുന്നത് വഴി ഉണ്ടാകുന്നതും ഒക്കെ ഉണ്ട്. എന്തായാലും ഇത് വലിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോൺ സൈറ്റ് സന്ദർശിക്കുന്നതിൽ കൂടി പാകിസ്ഥാന് 1ാം സ്ഥാനം നൽകുന്നുണ്ട് ഇവർ. എന്തായാലും ഈ 3 ഇരട്ടിയായിട്ട് വർധന എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്ന ഒന്നല്ല. അതിൽ പ്രായ, ലിംഗ, സാമൂഹ്യ വർഗ വിവേചന ഭേദമില്ലാതെ തന്നെയാണ് വർധന ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 2010നും 2022നും ഇടയിൽ 84% വർധനയെന്നും പറയുന്നുണ്ട്. നിലവിൽ പാകിസ്ഥാനിൽ 3,50,000 പേർക്ക് HIV ഉണ്ട് എന്നാണ് ഒരു കണക്ക് പ്രകാരം ഇവർ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ 10 പേരെ എടുക്കുകയാണെങ്കിൽ 10ൽ 8 പേർക്കും അവരുടെ രോഗാവസ്ഥയെക്കുറിച്ച് അറിയില്ല. അങ്ങനെയും ഇത് പടർന്നു പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഈ റിട്രോവൈറൽ തെറാപ്പി സ്വീകരിക്കുന്നത് അതിനുള്ള സൗകര്യങ്ങളുടെയൊക്കെ വർധന അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത്രത്തോളം അവിടെ കേസുകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. സ്വാഭാവികമായും നമ്മൾ ചോദിക്കുമല്ലോ, ഇത്രയൊക്കെ ഉണ്ടോ കണക്കുകൾ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള തെളിവുകളാണ്. 10 വർഷത്തിനിടെ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി സ്വീകരിക്കുന്ന, അതായത് എയ്ഡ്സിൽ നിന്ന് മുക്തമാകുന്നതിന് വേണ്ടിയുള്ള തെറാപ്പിയാണ്. ഈ തെറാപ്പി സ്വീകരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ
കൂടി, അതിൻ്റെ എണ്ണം കൂടി, ഇത്തരം സെൻറ്ററുകളുടെ എണ്ണം കൂടി, മാത്രമല്ല ഇത്തരം ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുന്നവരുടെയും എണ്ണം കൂടി. അതായത് 10 പേരിൽ 8 പേർക്ക് ഏകദേശം ഈ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് അറിയില്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ആ ബാക്കിയുള്ള ഈ 2 പേരെ വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ അത്രത്തോളം വരുന്ന ഭൂരിഭാഗം പേരും ഇത്തരത്തിൽ റിട്രോവൈറൽ തെറാപ്പി സ്വീകരിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട് എന്നും പറയുന്നു. 2013 ഇതിൻ്റെ എണ്ണം, ഈ റിട്രോവൈറൽ തെറാപ്പി സെൻറ്ററുകളുടെ എണ്ണം ഏതാണ്ട് 13 എണ്ണമായിരുന്നു. പക്ഷേ അത് 2025 എത്തുമ്പോഴേക്കും 95 എണ്ണമായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. 2024 പാകിസ്ഥാനിൽ HIV ബാധിതരിൽ 21% പേർക്ക് മാത്രമേ ഈ അവസ്ഥ അറിയൂ എന്നുള്ളതായിരുന്നു. മാത്രമല്ല 2024 കണക്ക് പ്രകാരം HIV ബാധിച്ച് 1100-ലധികം മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി നമുക്ക് ലഭ്യമാണ്. മാത്രമല്ല ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതാണ്ട് 10-14 വയസ്സിനുള്ള പ്രായത്തിനിടയിലുള്ളവരുടെ HIV ബാധിതരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയാണ്. നമുക്കറിയാം അവിടെ ജനാധിപത്യമൊന്നുമല്ല ഉള്ളത്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ലൈംഗിക അടിമകളാക്കി വെക്കുന്നവരുടെയൊക്കെ എണ്ണം വളരെ കൂടുതൽ തന്നെയാണ്. അങ്ങനെയും ഈ പറയുന്ന HIV ബാധിതരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നിരോധിക്കപ്പെട്ടിട്ടുള്ള ആശാസ്യകരമായ രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിലേർപ്പെടലും അവർക്ക് അങ്ങനെയൊന്നുമില്ല. ഒരു കാടൻ നിയമമാണ്. ആ കാടൻ നിയമത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഈ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ കൂടി നമുക്ക് മുന്നിലേക്ക് തുറന്ന് കാട്ടപ്പെടുന്നത്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നത് തടയാനുള്ള മാർഗങ്ങളും കുറവാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കുഞ്ഞിനെ പോലും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇത്തരത്തിൽ HIV ബാധിതരുടെ എണ്ണം അവിടെ കൂടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് പാകിസ്ഥാൻ നിരവധി HIV പകർച്ചവ്യാധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളിലൊക്കെ, അതായത് ഈ ലൈംഗിക തൊഴിലിൽ ഏർപ്പെടുന്നവർ, തടവിലാക്കപ്പെട്ടിട്ടുള്ളവർ, ജയിലുകളിൽ കഴിയുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്, തടവിലാക്കപ്പെട്ടിട്ടുള്ളവർ, അത്തരത്തിലുള്ളവരിലെല്ലാം തന്നെ ഈ അണുബാധ വളരെയധികം വർദ്ധിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ട്, തടവുകാർ, ട്രാൻസ്ജെൻഡർ വനിതാ സമൂഹങ്ങളുണ്ട്, സ്ത്രീ ലൈംഗിക തൊഴിലാളികൾ എന്നിവരിലും ഒക്കെ ഈ തുടർച്ചയായിട്ട് ഈ ഒരു ബാധ, HIV ബാധ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മളിത് പറയുമ്പോൾ പാകിസ്ഥാനിലെ കാര്യം എന്തുകൊണ്ട് പറയുന്നു എന്ന് പറയുമ്പോൾ, പാകിസ്ഥാനിലെ നിലവിലുള്ള സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശം ഒരു അവസ്ഥയിലൂടെ കടന്ന് പോകുന്ന സാഹചര്യമാണുള്ളത്. ഇന്ത്യയോളം അല്ലെങ്കിൽ ഇന്ത്യയെപ്പോലെ തന്നെ വളർന്നു വരേണ്ട ഒരു രാജ്യമാണ്, നമുക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാൻ ഇന്ന് സകലതിൻ്റെയും പടുകുഴിയിലേക്ക് മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത്തരത്തിലുള്ള രോഗങ്ങൾ പോലും ഇത്രയധികം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആവശ്യാനുസരണമുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. മാത്രമല്ല ജനങ്ങളിലേക്ക് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക്, അതായത് പൂർണ്ണമായിട്ടും ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അത്തരത്തിലുള്ള രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് ഇത്തരത്തിൽ രോഗാവസ്ഥ കാണപ്പെടുന്നത്. ഇപ്പോൾ UN എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ അടക്കം അവരുമായി ചേർന്ന് WHO ഒക്കെ ചേർന്നുകൊണ്ടുള്ള പലതരം പ്രവർത്തനങ്ങളൊക്കെയും അവിടെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ ഒരു വിഷയം പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ നോക്കുകയാണെങ്കിൽ പുതിയ HIV ബാധകൾ ഏതാണ്ട് 200% വർദ്ധിച്ചു എന്ന് പറയുന്നത്. ഏതാണ്ട് 2010 16,000-ൽ നിന്ന് 2024 48,000 റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഈ 3 ലക്ഷത്തോളം പേരിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കണക്ക്. 10-ൽ 8 പേർക്കും ഈ വിഷയത്തെക്കുറിച്ച്, അതായത് അവർക്ക് ഈ ഒരു HIV ബാധ ഉണ്ട് എന്നുള്ളത് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ 48,000 എന്ന് പറയുന്ന കണക്ക് വരുന്നത്. ഈ വിഷയം വെറുതെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാന്റെ പത്രമായിട്ടുള്ള ഡോൺ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഷയമാണ് ഇത്. മുൻകാലങ്ങളിലൊക്കെയും ഈ HIV പ്രധാനമായിട്ടും ഉയർന്ന രീതിയിൽ ജനങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത് കുട്ടികൾ
കുട്ടികളെയും ഒക്കെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വളരെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ 14 വയസ്സ് വരെ പ്രായമുള്ളവരിൽ പുതിയ കേസുകൾ 2010 530 ആയിരുന്നു എന്നുണ്ടെങ്കിൽ 2023 അത് 1800 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2013 ഏകദേശം 6500 നിന്ന് 2024 55,500 ആയിട്ട് ഇത്തരത്തിലുള്ള റിട്രീവൽ സെന്ററുകളുടെ എണ്ണവും അവിടെ സെന്ററുകളിൽ ആശ്രയം പ്രാപിക്കുന്നവരുടെ എണ്ണവും കുത്തനെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും അസിം മുനീർ സർവാധികാരിയായിട്ട് പാകിസ്ഥാനിൽ വാഴുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ വരുന്നത്. ഈ കണക്കുകൾ വരുമ്പോൾ ഒരു ജനാധിപത്യ അവസ്ഥ സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇന്ത്യയെ പോലെയുള്ള ഒരു ജനാധിപത്യ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളിലുള്ള വീഴ്ചയൊന്നും ആ രാജ്യത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അരുതാത്തത് ആ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വലിയ ജനവിഭാഗത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അസിം മുനീറിന് താല്പര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കച്ചവടം നടത്താനും പോക്കറ്റ് വീർപ്പിക്കാനും മാത്രമുള്ള താല്പര്യമാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും യാതൊരു തരത്തിലുമുള്ള ശ്രദ്ധയും കൊടുക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത് കൂടി ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് 1 നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.